ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാട്ടോ. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാട്ടോ. അപ്പോൾ സൗണ്ട് കുറവാണോ എന്താണെന്ന് അറിയില്ല. ഇവിടെ കറണ്ടും ഇല്ല, പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണമുണ്ട് അപ്പോൾ സൈലൻ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികമായിട്ട് സൗണ്ട് ഉണ്ടാക്കിയതിന് മക്കൾ എണീക്കും. സോ രാത്രിയാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു സൗണ്ട്. ഇനിയിപ്പോൾ ഞാനിത് വോയിസൊക്കെ കേട്ട് കഴിയുമ്പോൾ അറിയുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണാം. അപ്പോൾ അതേ രാവിലെ തന്നെ നമ്മൾ കരാട്ടെ ക്ലാസ്സിന് പോയതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ പോയി വന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് ഇതാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത്. പിന്നെ ഇതേ വന്നതിന് ശേഷം വരുമ്പോൾ കുറച്ച് നേരം വൈകിട്ട് തന്നെ വരുമ്പോൾ അവിടെ നിന്ന് കടയിൽ നിന്ന് ചപ്പാത്തി മേടിച്ചുകൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇത് പാക്കറ്റ് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ വോയിസ് അവിടെ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും ഇത് പാക്കറ്റ് ചപ്പാത്തിയാണല്ലോ എന്ന്. അതേ, ഇത് പാക്കറ്റ് ചപ്പാത്തിയാണ് കേട്ടോ. അങ്ങനെ ഇതേ ചപ്പാത്തി റെഡിയാക്കി എടുത്തു. പിന്നെ ഇന്നലെ ഞാനത്തെ കൊള്ളി കുറച്ച് ബാക്കിയിട്ടുണ്ടായിരുന്നു, ചെറിയൊരു പീസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മസാല ഉണ്ടാക്കിയെടുക്കാൻ വെച്ചു കേട്ടോ. കൊള്ളി സ്റ്റൂ. അങ്ങനെ കൊള്ളി ഒന്ന് നന്നായി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിൻ്റെ ശേഷയിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. പച്ചമുളകും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു. എന്നിട്ട് ഇതേ ആ മിക്സ് ഒന്ന് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് തിളപ്പിച്ചെടുത്തു. അങ്ങനെ പിന്നെ ഇവിടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിയൊക്കെ എന്തായാലും ഇപ്പോൾ രാവിലെ തന്നെ കഴിയുന്നുണ്ട് കേട്ടോ. രാവിലെ നേരത്തെ പോകണം, 7:30 ആകുമ്പോഴേക്ക് പോകണം കേട്ടോ കരാട്ടേക്ക് കൊണ്ടുവന്നാക്കാനായിട്ട്. പിന്നെ മീൻ കിട്ടിയ കാരണം ഇനിയിപ്പോൾ കുളിച്ച് വെച്ചിട്ട് കറി ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും പരമാവധി മേത്തൊന്നും ആക്കാത്ത രീതിയിൽ തന്നെ മീൻ നന്നാക്കി എടുക്കാൻ വെച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പാത്തൂസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വീണതാണ് കേട്ടോ നേരത്തെ കണ്ടത്. പക്ഷേ ആൾ ചിരിച്ചങ്ങനെ എണീറ്റ് പോയി. അല്ല നമ്മളത് എന്താ പറയുക, അല്ലാ വീണോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ ചിലപ്പോൾ കരയും കേട്ടോ. നമ്മളെ പെയിൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പതുക്കെ എണീറ്റ് പോരും കേട്ടോ. അതിപ്പോൾ അധികം വേദന ആയിട്ടൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. ഇല്ല, നല്ല വേദന ആയിരുന്നെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. പിന്നെ ആളവിടെ കസാരയൊക്കെ കൊണ്ടുവന്ന് ഇരിപ്പായി കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് വോയിസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിരിച്ചൊരു ഇതാവും കേട്ടോ. അതുപോലെയാണ് ആളുടെ സംസാരങ്ങൾ കേട്ടോ. ഇതെന്താണ്, ഇതെന്തിനാണ്, എവിടെ നിന്നാണ് മേടിച്ചത്, എല്ലാതും ചോദിച്ചറിയണം കേട്ടോ. അതിൻ്റെ ഇടയിൽ പൂച്ച മതിലും വന്നിരുന്നപ്പോൾ കല്ലെടുത്ത് എറിയുന്നുണ്ട്. പിന്നെ ആളെന്നെ ചിരിച്ച് കൈയൊക്കെ കൊട്ടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തെ വീണ്ടും കസാരയുമായി ഇരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ നന്നാക്കൽ കഴിഞ്ഞു. പിന്നെ അതേ കറിക്കുള്ള മീൻ മാറ്റി വെച്ചു, മസാല കുറച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിന്ന് തിളപ്പിച്ചെടുക്കാന്ന് വെച്ചിട്ടോ. ഇന്നലത്തെ ചോറ് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കൊണ്ട് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്തായാലും നല്ല അരിയായ കാരണം കൊണ്ട് തിളപ്പിച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ചേർത്തങ്ങോട്ട് ഊറ്റിയെടുത്തതാണ് കേട്ടോ. പിന്നെ ചോറിൽ ഇവിടെ എന്തായാലും ഞാൻ ഉപ്പ് ചേർക്കും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ പ്രഷറും പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് കുറയുന്നതാണ്. അപ്പോൾ എന്തായാലും ചോറിൽ ഉപ്പ് ചേർക്കാറുണ്ട് കേട്ടോ. അതിൽ ചോറവിടെ ഊറ്റി വെച്ചു. പിന്നെയാണ് ആലോചിച്ചത് കറി വെക്കാൻ പുളിയില്ല കേട്ടോ. മീനൊക്കെ കിട്ടി, പുളിയില്ല. അപ്പോൾ പുളി നോക്കിയപ്പോൾ ചെറിയൊരു പീസ് ഇരിക്കുന്നുള്ളൂ. പിന്നെ വിചാരിച്ചു എന്തായാലും നമുക്ക് ഇരുമ്പും പുളിയാണെങ്കിൽ മരത്തമ്മ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് അങ്ങോട്ട് പൊട്ടിക്കാൻ വിചാരിച്ചു. അപ്പോൾ പുളി പിഴിഞ്ഞൊഴിക്കാം. പിന്നെ കുറച്ച് ഇരുമ്പും പുളിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളി അങ്ങോട്ട് ബാലൻസ് ആക്കി എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇത് ആവശ്യത്തിന് പുളി പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാഹ് വിചാരിക്കുന്നുണ്ട് കുറച്ച് പുളി ഉണക്കി വെക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് അച്ചാറിട്ട് വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറയാമല്ലോ ഇപ്പോൾ ഭയങ്കര മടി കൂടിയിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് മടി കൂടിയിട്ടുണ്ട്. അങ്ങനെ പുളി ഇതേ വെള്ളമൊക്കെ ഒഴിച്ചവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇരുമ്പും പുളി ഞാൻ അതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറി സെറ്റ് ചെയ്യാനായിട്ട് ചട്ടികളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചട്ടി ഇതേ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. വീണ്ടും ഞാൻ എന്നും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് ചെയ്യാനും പറയാനും ഒക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി ആരും ബോറടിക്കുന്നു എന്നൊന്നും പറയണ്ട കേട്ടോ. നമ്മളെ വീട്ടമ്മമാർക്ക് ഇത് തന്നെയാണ് പണി. രാവിലെ എണീക്കുക, നിസ്കാരം മൊത്തമൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ കിച്ചണിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിധം സമയമാകുമ്പോൾ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ സമയം ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ പുറത്തത്തെ വേറെ പണികളുണ്ടാവും, അലക്കും അടിക്കലും എല്ലാതും വേറെ പണികളുണ്ടാവും. പിന്നെ മക്കൾക്ക് ഇപ്പോൾ സ്കൂളില്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ചും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അവരുടെ പുറകെ നടക്കാനും നമുക്ക് ടൈം ഉണ്ടാവുള്ളൂ.
അപ്പോൾ പ്രത്യേകിച്ച് സുഡാപ്പി അങ്ങനെ പുറത്തേക്കൊന്നും കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു കുട്ടീനും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ വീഡിയോയിൽ തുടക്കത്തിൽ കണ്ടില്ലേ, അതാണ് സുഡാപ്പിയുടെ പുതിയ ഫ്രണ്ട് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്, വാടകയ്ക്ക് താമസിക്കുന്നതാണ് കേട്ടോ, ഞങ്ങൾ 2 വീടപ്പുറത്ത്. അപ്പോൾ ആ കുട്ടി വന്നുള്ള കാരണം കൊണ്ട് ഇപ്പോൾ അതിൻ്റെ കൂടെ കളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളത് പറയുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കറിയുടെ റെസിപ്പി പറയാൻ മറന്നുപോയില്ലേ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിന് ചട്ടി അടുപ്പത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവ പൊട്ടിക്കുക, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാട്ടി കൊടുക്കുക, സബോള വാട്ടുക, തക്കാളി വാട്ടുക, പച്ചമുളക് വാട്ടുക, എല്ലാം വാട്ടി കൊടുക്കുക. അതിന് ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 3 പൊടികളും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ അധികം ചേർക്കരുത് കേട്ടോ. മല്ലിപ്പൊടി കുറച്ച് ചേർക്കുമ്പോഴാണ് ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നാളികേരം അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി കൂടുതൽ ചേർക്കാം. അപ്പോൾ നാളികേരം അരക്കാത്ത സ്ഥിതിക്ക് നമ്മൾ എന്തായാലും മല്ലിപ്പൊടി അധികം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ 2 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. തക്കാളിയുടെ കൊഴുപ്പൊക്കെ കൂടി വരുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതേ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ കുത്തൊക്കെ അങ്ങോട്ട് പോയതിന് ശേഷം നമുക്കതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പുളിയുടെ വലിപ്പം, അകത്ര പുളിയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് ഒന്നും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഇരുമ്പുളി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇരുമ്പുളി എന്തായാലും വേവണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കറിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അങ്ങനെ കിടന്ന് വെന്തോളും. പിന്നെ പെട്ടെന്ന് തന്നെ വേവ് കിട്ടും സാധനം. അങ്ങനെ ഇരുമ്പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് മെയിൻ ഐറ്റം ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നല്ല, ഉപ്പ് കേട്ടോ. എൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയാം. ഉപ്പ് എത്ര കഴിച്ചിട്ടും ഷുഗർ അങ്ങോട്ട് കൂടുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ കൂടുകയല്ല കേട്ടോ, കറക്റ്റ് ബാലൻസ് ആയിട്ട് വരുന്നില്ല എന്ന് കേട്ടോ. ഷുഗറല്ല, പ്രഷർ, തെറ്റിപ്പോയതാണ്. ഞാൻ ഷുഗർ എന്നാണോ പറഞ്ഞത്, പ്രഷർ എന്നാണോ പറഞ്ഞത്, എന്തായാലും പ്രഷറാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇതേ നമ്മൾ കറിയോടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ അത് പാനൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. മെയിൻ നമ്മൾ മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചാള, അതങ്ങോട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതേ ബൂരി ഉണ്ടാക്കിയ എണ്ണ കുറച്ച് ഇരിക്കുന്നുണ്ട്, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊരു സൗണ്ട് കേട്ടില്ല, ഇപ്പം തന്നെ അത് വേറെ ഒന്നല്ല കേട്ടോ, ഷീറ്റിൻ്റെ മുകളിലേക്ക് പൂച്ച ചാടിയതാണ്. രാത്രി എന്നും പൂച്ചയ്ക്ക് ഇതാണ് പണി, നമ്മൾ അടുക്കളയിലേക്ക് ഇങ്ങനെ ചാടി കിടക്കും. ഞാൻ ആ സൈഡിലൊക്കെ കുറേ തുണിയൊക്കെ വെച്ച് കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു രക്ഷയില്ല, അത് വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും അടുക്കളയിലേക്ക് കയറും. എൻ്റെ എന്താ പറയുക, ചോറും കലം, ഇഡ്ഡലി ചെമ്പൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടും കുളഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പൂച്ച കയറാൻ നേർക്ക് ആ സ്റ്റാൻഡിൻ്റെ മുകളിലേക്കാണ്. പിന്നെന്താ പറയുക, നമ്മൾ ഈ വൈകുന്നേരം ഒന്ന് കണ്ണടഞ്ഞ് വരുന്ന സമയത്തായിരിക്കും ഇത് കയറി ചാടുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ ചെമ്പും കലൊക്കെ വീഴുമ്പോൾ മക്കളെല്ലാവരും എണീക്കും ചെയ്യും. പിന്നെ ഞാനതിനെ ഓടിച്ചൊക്കെ വിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഉറക്കവും പോവും. അങ്ങനെ ഇതേ മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ മീൻ പൊരിച്ചത് സെറ്റായിട്ടുണ്ട്. ഇനി അധികം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാണ്ട് അങ്ങോട്ട് കറുമുറയായി പോവും. അതുകൊണ്ട് മീൻ ഞാൻ അതിനെടുത്ത് മാറ്റാണ്. അങ്ങനെ ചാള അതിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി അതൊന്ന് തിളച്ച് നിന്നുകൊണ്ട് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ അതേ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇരുമ്പുളി ഇട്ടിട്ടുള്ള മീൻ കറി കൂടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ റെഡിയാക്കി നോക്കാത്തവരൊന്ന് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇരുമ്പുളി ഇട്ട് വെക്കുമ്പോൾ ഇരുമ്പുളി മാത്രമായിട്ട് ചേർക്കരുത് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് പുളി, ചെറിയൊരു പീസ് മാത്രം മതി കേട്ടോ, വെള്ളത്തിലിട്ടിട്ട് അതും കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർക്കണം കേട്ടോ. അപ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ചെറിയൊരു മധുരപ്പ് പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർക്കുക. പിന്നെ അതുപോലെ തന്നെ എരിവ് അത്യാവശ്യം നല്ലോണം ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ പിന്നെ വലിയ മൂത്ത ഇരുമ്പുളിയൊന്നും എടുക്കാനും പാടില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. ഇതേ കുറച്ചധികം പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴുകിയെടുക്കാൻ ഞാൻ നല്ലോണം സ്പീഡ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പാത്തൂസ് അങ്ങോട്ട് കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ട് കേട്ടോ. നിങ്ങൾ കുറച്ച് പേരെങ്കിലും വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ കൂടി ഇനി സ്കിപ്പ് ചെയ്തിട്ട് അടിച്ചു വിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ സ്പീഡ് കൂട്ടി കൊടുത്തത്. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ആദ്യം വരുന്നൊരു കമൻ്റ് ആയിരുന്നു കേട്ടോ, ഇത്ര അധികം പാത്രങ്ങൾ കഴുകാനുണ്ടോയെന്ന്. ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് എല്ലാ പാത്രങ്ങളും ഒരുമിച്ച് ലാസ്റ്റ് എല്ലാം കഴുകിയെടുക്കുക ചെയ്യുക കേട്ടോ. ഓരോന്നോരോന്ന് കഴുകാൻ നിന്ന് നമ്മളെ പണി നടക്കില്ല, വേറെ ഒന്നുമല്ല. പാത്തൂസ് ഇങ്ങനെ വന്ന് വിളിച്ചുകൊണ്ടിരിക്കട്ടെ ഓരോ സമയത്ത് ഓരോന്ന് പറയുമ്പോൾ. അപ്പോൾ പിന്നെ അത് കഴുകാൻ നിൽക്കില്ല, അവിടെ വെക്കും. പിന്നെ ഒരുമിച്ച് അങ്ങോട്ട് കഴുകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ പാത്രങ്ങളും കഴുകി കഴിഞ്ഞ് ആ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നമ്മുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെയൊക്കെ നമുക്ക് അടുത്ത വിശേഷങ്ങൾ അടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.